ഹലോ, എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കാണാം. ഇന്ന് സത്യം പറഞ്ഞ സമയം ഇപ്പോൾ 8 മണിയായി. ഈ ഒരു സമയത്താണ് ഞാൻ എണീക്കുന്നത്. എണീറ്റാൽ കുറച്ച് സമയം എനിക്ക് ജനാലിൻ്റെ മുകളിൽ കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ട്, അതും നോക്കിയിരിക്കല. പിന്നെ നേരെ ഓടും ബാത്റൂമിലേക്ക്, ബ്രഷൊക്കെ ചെയ്ത് കുളിക്കുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് നമ്മൾ വർക്കിലേക്ക് പോകാം. പോകുന്ന വഴിക്കിതാ അവിടെ ഇവിടെയൊക്കെ ഫ്ലാറ്റിൽ എല്ലാ ലൈനും ഓണായിരിക്കും. പബ്ലിക് പ്ലേസിലായതുകൊണ്ട് തന്നെ ആരെയും കറണ്ട് ചാർജ് തീരില്ലല്ലോ എന്നുള്ളൊരിതിൽ ആരും ഓഫാക്കാറില്ല. പക്ഷേ വീട്ടിലെന്തോ വേണ്ടാത്ത ലൈറ്റുകളൊക്കെ എപ്പോഴും ഓഫാക്കി ശീലം കണ്ട് ഞാനത് ഓഫാക്കിയിട്ടേ പോവുള്ളൂ. അതിനുശേഷം നമുക്കെന്താ നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് പോവാം. കുറേ കുട്ടികളെ സൈക്കിളൊക്കെ ഉണ്ട്. എല്ലാവരും വെക്കേഷൻ നാട്ടിൽ പോയപ്പോഴാണ്. അപ്പം മോനെ ഒരു മിസ്സിങ്, അവനും പോയി നാട്ടിലേക്ക്. പിന്നെ എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 5 മിനിറ്റ് നടക്കണം. ഇതാണ് നമ്മളുടെ വർണ്ണശബളമായ ഫ്ലാറ്റ്. ക്രിസ്മസ് ഒക്കെ വരായതുകൊണ്ട് അവർ നിറച്ചും എന്താ പറയുക സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. പക്ഷേ ആകെയുള്ളൊരു വിഷമം, കുട്ടികളെല്ലാവരും വെക്കേഷൻ നാട്ടിൽ പോയപ്പോൾ ഒരു രസമില്ല, ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ. പിന്നെ മാർക്കറ്റിലൂടെ ഒന്ന് ക്രോസ് ചെയ്ത് എനിക്ക് ബസ് സ്റ്റോപ്പിലെത്തി. മാർക്കറ്റിൽ എല്ലാ ദിവസവും നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് വ്യാഴാഴ്ചയുണ്ട്. വ്യാഴാഴ്ച ചന്തയില്ലാത്ത ദിവസമാണ്. ഇവിടെ ഇത് പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും ബാക്കി ഈ ഏരിയയിലേക്കൊക്കെ വെജിറ്റബിൾസൊക്കെ ചെറിയ ചെറിയ ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് സാധാരണ ഒരു ദിവസമാണ് എനിക്കില്ല നടക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വണ്ടികളെ തിക്കും തിരക്കായിരിക്കും. പക്ഷേ വ്യാഴാഴ്ച പച്ചക്കറി ചന്തയില്ലാത്ത ദിവസമാണ്. കടകളൊക്കെ ഒരു 9-10 മണിയാകുമ്പോഴേക്ക് തുറന്ന് വരും. അപ്പം ഞാനിതാ എൻ്റെ കുഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പിലേക്ക് ഇനിയിപ്പോൾ എനിക്ക് ബസ് കയറണം. നടന്നു പോകാനേ ഉള്ളൂ, പക്ഷേ ആ ഒരു എപ്പോഴും തിരക്കുള്ള ഒരു റോഡായിരിക്കും. ഒരു 5 മിനിറ്റേ ഉള്ളൂ ബസ്സിന് പോകാൻ. നെക്സ്റ്റ് സ്റ്റോപ്പാണ് മിനിമം ചാർജിൻ്റെ എൻ്റെ വർക്കിംഗ് പ്ലേസിലേക്ക് എത്തും. അപ്പം നമ്മൾ എത്തി നേരെ പോയി ക്യാൻറ്റീനിലേക്ക് 2 വെള്ളയപ്പോൾ ഒരു ഇത്തിരി മുട്ടക്കറിയും കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഇതാ എൻ്റെ വർക്ക് പ്ലേസിലേക്ക് വരികയാണ് ഞാൻ. കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് ഞാൻ ബാക്കിലൂടെയാണ് കയറുന്നത്. നമുക്ക് മെയിൻ എൻട്രി ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. പക്ഷേ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെയും കുട്ടികളൊന്നുമില്ല, സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഞാൻ എൻ്റെ റിസർച്ച് വർക്കിനായി ഇപ്പം നമുക്കൊരു കുഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു സ്കോളേഴ്സ് റൂമുണ്ട്. അവിടേക്ക് ബാക്കിലൂടെ നമ്മൾ എൻട്രി വരും, ഫ്രണ്ടിലൂടെയും വരും. അപ്പം ഞാൻ എൻ്റെ സ്കോളേഴ്സ് റൂമിലേക്ക് പോയി. ഡോറൊക്കെ ചേച്ചി ഓൾറെഡി കീ ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സീറ്റിലേക്ക് പോയി ഇരിക്കണം. എന്നിട്ട് നമുക്ക് കലാപരിപാടി തുടങ്ങണം. ഇന്നാകുമ്പോൾ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ സ്കോളറും ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ എൻ്റെ ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഫുള്ളി ഒക്യുപ്പൈഡ് ആയിരിക്കും. പക്ഷേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇന്നിവിടെ ആരുമില്ല. എൻ്റെ ടേബിളാണിത്. കുറച്ച് കലാപരിപാടികളും പിന്നെ എൻ്റെ റിസർച്ച് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ എൻ്റെ മോൻ വരച്ച ഒരു ചിത്രവും കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവനെ ഓർമ്മിക്കുന്നതും ഒരു സുഖമാണല്ലോ. ടു ഡു ലിസ്റ്റൊക്കെ എന്നും എഴുതി വെക്കും, പക്ഷേ ആ പരിപാടികളൊന്നും നടക്കാറില്ല. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റമൊക്കെ ഓപ്പൺ ചെയ്ത് കലാപരിപാടികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴിതാ ഒരു ബുക്കുണ്ട്. ഇതിലാണ് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നെ എഴുതി വെക്കാറ്. ചില ദിവസങ്ങളൊക്കെ ചെയ്യും, ചില ദിവസം ആ ഭാഗത്തേ പോകാറില്ല. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വർക്കൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ചേച്ചി വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ SBIയിലെ ചേച്ചിയാണ്. ചേച്ചിയുടെ വക SBIയുടെ വക നമുക്കൊരു ക്രിസ്മസ് കേക്കൊക്കെ കിട്ടി. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും.